ഒരു മിനിറ്റ്. കാണുന്നുണ്ടോ? POV ആയോ? ഒരു മിനിറ്റ് ഗൈസ്. ആ ഇത് ഇതാക്ക് സൂമേ എന്താ പറയാ വലുതാക്ക്. ആ ഓക്കെ മതി. അത് ഓലന്നെ അടിച്ചോണ്ടാണ്. ഇതാണ് POV. സൗണ്ട് ഇത്ര ഉള്ളു. കണ്ടാ ഇതില് റാംബോ മറ്റേ പെണ്ണിനെ അടിച്ചതിന്റെ കൂട്ടത്തില് വേറെ ഞാൻ ടൈപ്പ് ചെയ്തതാ. ഞാൻ ഇന്നലെ തൊട്ടേ പറഞ്ഞു ഞാൻ അവിടെ ടൈപ്പ് ചെയ്തതാ. ഞാൻ അവിടെ ടൈപ്പ് ചെയ്തോണ്ടിരുന്ന സമയത്താണ് ഈ എന്തോന്ന് ഇത് ഒന്നാമത്തെ ഈ പെണ്ണ് ഇത് ആരെന്ന് എനിക്ക് അറിയില്ല. ഞാൻ കുറെ തവണ ഇറങ്ങാൻ പറഞ്ഞിട്ട് ഇറങ്ങിയില്ല. പ്രണവ്. ഞാൻ ഇറങ്ങാൻ പറഞ്ഞിട്ട് എനിക്ക് ഇത് പ്രണവാണെന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഇറങ്ങാൻ പറഞ്ഞിട്ട് ഇറങ്ങിയില്ല. ഞാൻ എന്തൊക്കെ ചെയ്തിട്ടും ഇത് ഇറങ്ങണില്ല. ആ സമയത്ത് ഞാൻ ഇത് ടൈപ്പ് ചെയ്തുകൊണ്ട് ഞാൻ ഈ ഷിഫ്റ്റ് നെക്കി പിടിച്ച് W നെക്കി പിടിക്കുകയാണ്. ഇതിനെ ഇറങ്ങാൻ പറയാൻ വേണ്ടിയിട്ട് ഞാൻ എന്തോ സ്വിച്ച് നെക്കിയതാണ് അവിടെ ആ കൈ തട്ടിയത്. അത് ഞാൻ മുഖത്ത് നിന്നിട്ട് അടിക്കണതല്ല. കട്ടല്ല എങ്ങനെയെന്ന് കണ്ടല്ല. അത് മൈക്ക്. അതാണ് ഞാൻ പ്രധാനമായിട്ട് ഇതിൽ പറഞ്ഞത്. ഇത് ഈ സിറ്റുവേഷൻ ആയിട്ട് ഈ മൈക്ക് അവനല്ല എന്നെ വന്ന് അടിക്കണതും അവനല്ല, ഞാൻ അടിക്കണതും അവനെ അല്ല. KVL ആരും അല്ല ഞാൻ അടിക്കണത്, എന്നെ അടിക്കണത് KVL ആരും അല്ല. പിന്നെ എന്തിനാ ഈ മൈക്കൊക്കെ എന്താ പ്രശ്നം? അവനാ എന്റെ അടുത്ത് ഇത് സംസാരിക്കുന്നത്. ഈ കൂട്ടങ്ങളാണ് ഒരുമിച്ച് നടക്കണം, ഫ്രണ്ട് സർക്കിൾ. അതാണ് ഒരു പിന്നെ അല്ല ബ്രോ ആരാ അടിച്ചേ? ഇങ്ങോട്ടേക്ക് തട്ടിയോട്ട് അടിച്ചത് ആരാ? അത് വിട്ടേക്ക്. അല്ലേ ഇങ്ങോട്ടേക്ക് അടിച്ചോണ്ട് തിരിച്ചു തട്ടിയത് അത്രേ ഉള്ളൂ. ഇങ്ങോട്ടേക്ക് ബ്രോ ഓടിയപ്പോഴത്തേക്ക് അറിയാതെ കൊണ്ടതാ. ഇതിന്റെ ബാക്കിൽ കയറിയിട്ട് ബ്രോ ഞാനൊരു കാര്യം പറയട്ടെ. ബ്രോ അറിയാതെ ഇടിച്ചു. അത് കഴിഞ്ഞപ്പോ അവൻ തിരിച്ചിടിച്ചു. ബ്രോ അറിയാതെ ഇടിച്ചെന്ന് അവൻ എങ്ങനെ അറിയണം? വിട്ടേക്ക്. ഞാൻ പറഞ്ഞല്ലോ, അപ്പഴേ പറഞ്ഞല്ലോ ബ്രോ. ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ ബ്രോ? അത് കഴിഞ്ഞാണ് ബ്രോ പറഞ്ഞത്. കണ്ട ഇതിലാണ് ഞാൻ ട്രിഗർ ആയി. കത്തിയിട്ട് അടിച്ചതാണ്. ബ്രോ അത് കഴിഞ്ഞാണ് പറഞ്ഞത്. ഞാൻ ആദ്യമേ പറഞ്ഞു ബ്രോ. ഒഴിവാക്കി വിട്ടോ. നിന്റെ അടുത്ത് ബ്രോ പറയേണ്ട ആവശ്യമില്ല. എന്തേ ആര് കുറച്ച് നീയൊക്കെയാണോ തുടങ്ങിയത്? നമ്മളാണോ തുടങ്ങിയത്? ഞാനാണോ തുടങ്ങിയത്? ഇങ്ങോട്ടേക്ക് വന്നിടിച്ചപ്പോ ചോദിച്ചല്ലേ? നീ കൊരക്കാട്ടോട് രജു ഒരു ആവശ്യമില്ലാണ്ട് ഇങ്ങോട്ടേക്ക് വന്ന് തട്ടി. അപ്പൊ ഞാൻ തിരിച്ചടിച്ചപ്പം എന്തിനാ അടിച്ചു? അപ്പൊ ഞാൻ പറഞ്ഞു ഒഴിവാക്ക്, ഇങ്ങോട്ടേക്ക് അടിച്ചോണ്ട് അടിച്ചതാണ്. ഒഴിവാക്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊറേ പ്രാവശ്യം പറഞ്ഞു. Want best price guarantee? Just choose. കണ്ട പട്ടിയാരാ നമുക്കറിയാം. ഞാൻ കാണുന്നുണ്ട്, ഞാൻ കണ്ടോണ്ടിരിക്കുക പട്ടിനെ. പട്ടിനെ കണ്ടോണ്ടിരിക്കുക. അറിഞ്ഞൂടല്ലോ, നിന്നെ അറിഞ്ഞൂടെ വിട്ടേക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ഇവിടെ. അല്ല ഞാൻ മൈക്കിയുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്. മൈക്കിയുടെ അടുത്ത് അയച്ചു. ഞാൻ പറഞ്ഞു അപ്പൊ അത് ഇവിടെ എന്റെ അനിയത്തില്ല. എടുക്കല്ലേ പ്രശ്നമൊക്കെ.
ഞാൻ പറഞ്ഞു ഇതല്ല POV. വലിയ ട്രിഗറിംഗ് സിറ്റുവേഷൻ ഉള്ള ആളല്ലല്ലോ. എന്റെ സിറ്റുവേഷൻ ഇത് എന്റെ ലൈവും കുഴപ്പമുണ്ട്. ബാക്കി അല്ല റാംബോ, ഇതിപ്പോ അവര് പറഞ്ഞത് കറക്റ്റ് ഉണ്ട് കേട്ടോ. റാംബോ സോറി പറഞ്ഞത് അവര് ആ POV കേട്ടിട്ടില്ല. എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ, ആ POV ഞാൻ ഇപ്പൊ കാസ്ട്രോയുടെ ലൈവ് എടുത്തിട്ട് ഞാൻ ഇത് കണ്ടതാണ്. ഞാൻ അവിടെ എനിക്ക് മനസ്സിലാവണോണ്ട് ഞാൻ പറഞ്ഞത് എവിടെയാണ്, അവിടെ 3 പേര് ഒരുമിച്ച് സംസാരിക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ എന്റെ സൗണ്ട് ഉണ്ട്, അത് അവർ കേട്ടില്ല. ശരി, അവർ പറഞ്ഞവർ കേട്ടില്ല. ഞാൻ ഇതിൽ KVL ഒരുത്തനെ അല്ല അടിച്ചേക്കണത്, KVL ഒരുത്തനല്ല എന്നെ തിരിച്ചു. പിന്നെ എന്താ അവനെന്താ കുഴപ്പം? ഇവർ ഒരുമിച്ച് നടക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു കാര്യം പറയട്ടെ. അവൻ എന്തിനാ രാജുഭായി, അവനല്ലേ ഇങ്ങോട്ട് സംസാരിക്കാൻ വന്നത്? ഫസ്റ്റ് അവൻ എന്തോന്ന് വിട്ടോളാൻ പറഞ്ഞു. അവൻ ആദ്യം 2 തവണ പറഞ്ഞിട്ട് ഞാൻ മിണ്ടാതെ അവിടെ നിന്ന്, ഞാൻ ഒന്നും മിണ്ടിയില്ല, ഞാൻ അവിടെ മര്യാദക്ക് മിണ്ടാതെ നിന്ന. അതിനുശേഷം അവൻ എന്താ പറഞ്ഞത്, അവൻ എന്തൊക്കെ അതിൽ പറഞ്ഞ തീട്ടപ്പട്ടി എന്തോന്ന് അതൊക്കെ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടല്ലോ. എന്റെ ഭാഗത്തുനിന്ന് എന്റെ വായിന്ന് മോശമായിട്ട് എന്താ വന്ന? അവൻ എന്റെ അടുത്ത് ഇങ്ങോട്ട് കുരയ്ക്കല്ലെന്ന് പറഞ്ഞതിന് ശേഷമാണ്, അത്രയും ട്രിഗറായി പൊട്ടിയതിനു ശേഷമാണ് ഞാൻ തിരിച്ച് അങ്ങനത്തെ സംസാരിക്കാൻ തുടങ്ങിയത്. അല്ലാതെ ഇത് KVL ഒരുത്തൻ, ഞാൻ വീണ്ടും പറയാം, KVL ഒരുത്തനുമായിട്ടുള്ള ഇഷ്യൂ അല്ല, പുറത്തൊരുത്തനുമായിട്ടുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ, ഇതിപ്പോ എന്ത് ഫ്രണ്ട്ഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ അതെങ്കിൽ പുറത്തൊന്ന് തീർക്കണം. മനസ്സിലായ? ഈ പറഞ്ഞ ഇത്ര പേരുമായിട്ട് പുറത്തൊന്ന് തീർക്കണം. അല്ലാതെ ഇവര് പിന്നെ അതില് ഗ്യാങ്ങിനെ കൊണ്ടുവന്ന് ഞാൻ എന്റെ കോളീഡറുടെ അടുത്ത് സംസാരിച്ച് അതിന്റെ ആവശ്യം എന്തായിരുന്നു? അറിയാം. എനിക്കിപ്പോ തോന്നിയ POV കണ്ടിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ പറയട്ടെ. ഇതിൽ നിങ്ങളെ രണ്ടാളെ ഭാഗത്തും മിസ്റ്റേക്ക് ഉണ്ട്. നീ പറഞ്ഞ പോലെ ഒരിക്കലും അല്ല, എന്താ പറയാ, നീ പരിപൂർണ ഇതല്ല, എന്താ പറയാ, വിക്ടിം അല്ല. നിന്റെ ഭാഗത്തും തെറ്റുണ്ട്, അവരുടെ ഭാഗത്തും തെറ്റുണ്ട്. അതായത് അവൻ നിന്നെ വീണ്ടും ഒരു കാര്യം പറഞ്ഞുതരാം. ഞാൻ അടിച്ചത് KVL ഒരുത്തരല്ല, എന്നെ അടിച്ചതും KVL ഒരുത്തല്ല. പിന്നെ ഇതിന്റെ ഇടയ്ക്ക് അവിടെ അവന് സംസാരിക്കാൻ അവന് ഒരു ഇതുമില്ല. അതെ, അവനില്ല. ഞാൻ ഇന്റൻഷനലി അടിച്ചിട്ടുള്ളതല്ല, അപ്പം തെറ്റ് നിങ്ങളെ രണ്ടാളെ ഭാഗത്തുണ്ട്. നീ ഒരിക്കലും ഇതിൽ എന്താ പറയുക, മീൻസ് നീ ഇതിൽ പാവല്ല, ഓനും ഇതിൽ പാവല്ല. നിങ്ങൾ രണ്ടാളും സെയിം തുല്യ ഇത് കുറ്റക്കാരനെ, നിങ്ങൾ രണ്ടുപേരും. നമുക്ക് അങ്ങനെ ഒരാളെ ഭാഗത്തും ഇതിൽ നിൽക്കാൻ പറ്റില്ല. നീ പാവാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നിന്റെ ഭാഗത്തും തെറ്റുണ്ട്, ഓൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. ഓൻ നിന്നെ പട്ടി എന്ന് പറഞ്ഞു, എന്താ പറയാ, കുരക്കുന്നെന്ന് പറഞ്ഞു, ഇതൊക്കെ തെറ്റ് തന്നെയാണ്. പക്ഷെ നീ സോറി പറഞ്ഞു എന്ന് പറഞ്ഞു, പക്ഷെ അതവൻ കേട്ടിട്ടില്ല. അപ്പൊ അവൻ പറഞ്ഞത് സത്യമാടാ.